ഇപ്പോൾ കെ അനിൽകുമാർ നമ്മളോടൊപ്പം ചേരുന്നു, CPIM നേതാവ്. ശ്രീ അനിൽകുമാർ, ഇതാ വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുകയാണ്, യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുകയാണ് ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടി ആണ് ഉണ്ടായിരിക്കുന്നത്. താങ്കൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു? യഥാർത്ഥത്തിൽ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 50 രൂപ വരെ വില വർദ്ധിപ്പിക്കാൻ തക്കവണ്ണമാണ് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അദാനിയെ അടക്കമുള്ള ശക്തികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സന്ദർഭത്തിലാണ് വൈദ്യുതി മേഖല പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കേരള സർക്കാർ പരിശ്രമിക്കുന്നത്. UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വന്നത്. കേന്ദ്ര നിയമപ്രകാരം UPA സർക്കാർ കൊണ്ടുവന്ന നിയമപ്രകാരമാണ് റെഗുലേറ്ററി അതോറിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റെഗുലേറ്ററി അതോറിറ്റിയുടെ കീഴിൽ നിന്നുകൊണ്ട് വരവ് ചെലവുകൾ കണക്കാക്കി ഈ വർഷം നാമമാത്രമായ ഒരു വർധനവ് 4.32% വർധനവ് മാത്രമാണ് ശുപാർശ ചെയ്യപ്പെട്ടത്. അപ്പോൾ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി ഉയർന്ന വിലയിൽ വാങ്ങേണ്ടി വരുന്നത് മൂലം ഒരു വേനൽക്കാലത്തുണ്ടാകുന്ന അധിക ആവശ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സർക്കാർ പര്യാപ്തമായ നില സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ സംസാരിച്ച ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ളവർ അധികാരത്തിൽ ഇരുന്നപ്പോൾ എത്രയോ തവണ വില വർദ്ധിപ്പിച്ചു എന്നതിന്റെ കണക്കുകൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. 6-7 തവണ ഉമ്മൻചാണ്ടി സർക്കാർ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ആ നില സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ ഒരു വർധനവാണ് ഇപ്പോൾ നിർബന്ധിതമായി നടപ്പാക്കേണ്ടി വരുന്നത്. അത് നമ്മുടെ രാജ്യത്ത് ഇന്നുള്ള സാഹചര്യങ്ങളുടെ പ്രതിഫലനമാണ്. കേന്ദ്ര സർക്കാർ വിനാശകരമായി നയം തുടരുന്നിടത്തോളം കാലം ഇനിയും ഈ വിലയിൽ മുന്നോട്ട് പോകാൻ KSEBക്ക് സാധിക്കാത്ത പ്രതിസന്ധി വരും. ആ നയത്തിനെതിരെ പൊരുതാൻ കോൺഗ്രസ് ഉണ്ടോ, കേരളത്തിലെ പ്രതിപക്ഷമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മോദിക്കൊപ്പം നിന്നുകൊണ്ട് മറുഭാഗത്ത് ഇപ്രകാരം KSEB ചെന്നുവിടുന്ന പ്രതിസന്ധിയെ പരിഹരിക്കാൻ നടത്തുന്ന സമയത്ത് തുരങ്കം വെക്കുന്നത് UDF BJPക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ്. അതെ, അതിനൊപ്പം പക്ഷേ ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയല്ലേ ശ്രീ കെ അനിൽകുമാർ? ഇപ്പോൾ സർക്കാർ വന്നതിന് ശേഷം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കില്ല എന്ന് പലതവണ പറഞ്ഞിട്ട് കൂടി പിണറായി സർക്കാർ വന്നതിന് ശേഷം 5% ആണ് വർധനവുണ്ടായിരിക്കുന്നത് പല സമയങ്ങളിലായി. അപ്പോൾ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. ഇതിലുള്ള വർധന വലിയ തരത്തിൽ സാധാരണക്കാർക്ക് തിരിച്ചടിയാകില്ലേ? വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കില്ല എന്നൊരിക്കലും ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ആരും പറയാറില്ല, പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല, കമ്പോള സമ്പ്രദായത്തിലാണ് ഇതിന്റെ വിപണനം നടക്കേണ്ടതെന്നുള്ള നിയമം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്നത് UDFന്റെ സർക്കാരിന്റെ കാലത്താണ്. അത് കൊണ്ടുവന്നത് 2003-ലെയാണ് ഇലക്ട്രിക് സപ്ലൈ ആക്ട്. ആ ആക്ട് പ്രകാരം 3% ലാഭം എല്ലാ കൊല്ലവും ഇലക്ട്രിസിറ്റി ബോർഡിന് ഉണ്ടായിരിക്കണം. ഈ ഇലക്ട്രിസിറ്റി ബോർഡ് അടക്കം പൊതുമേഖലയിൽ നിന്നും പൊളിച്ചു മാറ്റാനാണ് കേന്ദ്രം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ യുദ്ധം ചെയ്താണ് പൊതുമേഖല നിലനിർത്തി കുറഞ്ഞ വിലയിൽ ശരി, കൊടുക്കുന്നത്. ശ്രീ കെ അനിൽകുമാർ, ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുകയാണ്, യൂണിറ്റിന് 16 പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. BPL വിഭാഗക്കാർക്കും ഇത് ബാധകമാണ്.